സിലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ജന്മനാ അന്ധനായ ഒരു മനുഷ്യന് ഈശോ കാഴ്ച കൊടുക്കുന്നതാണ്. അവിടെ പറയുകയാണ്, ജന്മനാ അന്ധനായ ഒരു മനുഷ്യൻ വരുന്നു. അപ്പൊ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ പാപങ്ങൾ നിമിത്തമാണോ അതോ ഇവന്റെ മാതാപിതാക്കളുടെ പാപങ്ങൾ നിമിത്തമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈശോ ഇവന് കാഴ്ച കൊടുക്കുന്നു. സിലോഹായിൽ പോയി കഴുകി ചെളി ഉണ്ടാക്കി പുരട്ടി. എന്നിട്ട് ഈശോ ഇവന് കാഴ്ച കൊടുക്കുന്നു. ചെളി ഉണ്ടാക്കി കണ്ണുകളിൽ പൂശിയിട്ട് സിലോഹായിൽ പോയി കഴുകാനായിട്ട് പറയുന്നു. കഴുകി തിരിച്ചു വരുമ്പോൾ ഇവനെ കാഴ്ചയുള്ളവരായിട്ട് നാട്ടുകാർ കാണുകയാണ്. അപ്പൊ ഈ നാട്ടുകാർക്ക് ഭയങ്കര സംശയം, ഇവനിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ചിലർ ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അന്ധനല്ലേ? അപ്പോ നാട്ടുകാർ തന്നെ പറയണല്ല, അത് അവനല്ല. കുറച്ചുപേര് പറയുകയാണ്, അത് അവനെ പോലെ ഇരിക്കുന്നുണ്ട്, അവനാണോ എന്ന് സംശയമുണ്ട്. കുറച്ചുപേര് പറയുന്നത് അവനാണ്. അതായത് ഈ അന്ധനായ മനുഷ്യന് ജീവിതത്തിൽ മാറ്റം വന്നു. ആ മാറ്റം വന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലേ? പക്ഷെ ഈ അന്ധൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് അവൻ, അല്ലെ? എനിക്ക് ഇന്ന രീതിയിൽ യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെളി ഉണ്ടാക്കി കണ്ണിൽ പൂശിയിട്ട് സിലോഹയിൽ പോയി കഴുകാൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടിയതാണ്. അതായത് തനിക്കുണ്ടായ മാറ്റം അവൻ തിരിച്ചറിയുന്നുണ്ട്. ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവനുണ്ടായ മാറ്റം അവൻ തിരിച്ചറിയുന്നുണ്ട്, മറ്റുള്ളവരത് തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്, ഈശോയെ കണ്ടുമുട്ടിയത് മൂലം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അല്ലെ, ആത്മീയ ജീവിതത്തിൽ ഞാൻ മുന്നേറുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ എന്താണ് ഗുണം? ഈ മനുഷ്യനെ പോലെ ഈശോയെ അനുഗമിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടിയത് മൂലം നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.